ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആണ്, വളരെ പഞ്ഞി പോലെ ഇരിക്കുന്ന ഇഡ്ഡലി നമ്മൾ പറയത്തില്ലേ, അതുപോലെ സോഫ്റ്റ് ആണ്. നമ്മളങ്ങനെ മൈസൂർ പാലസിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നിട്ട്, കുറച്ച് ദൂരം എന്ന് പറഞ്ഞാൽ ഒരു 3-4 മിനിറ്റിൻ്റെ ദൂരം വന്നാൽ നസർബാദ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. അതിൻ്റെ മെയിൻ റോഡിൽ തന്നെ ചെറിയൊരു കടയാണ് വിനായക മൈലാരി. സിൻസ് 1938 ഒറിജിനൽ വിനായക മൈലാരി. അതാണ് 1938 മുതലുള്ള കടയാണ്. ദോശയും ഇഡ്ഡലിയാണ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ. നമുക്ക് പോയി കണ്ടാലോ? ബാ, പോയി കണ്ടാൽ പോരാ, കഴിക്കുകയും ചെയ്യണം. ബാ. കിച്ചൺ എടുക്കാമല്ലോ അല്ലേ? കിച്ചണിൽ വീഡിയോ, സോറി, ക്യാൻ വി ടേക്ക് വീഡിയോ ഇൻ കിച്ചൺ? നമ്മളങ്ങനെ വിനായക് ചെറിയൊരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഒത്തിരി ഒച്ചപ്പാടും ബഹളം പറയാൻ പറ്റില്ല, കാരണം ഒത്തിരി ഗസ്റ്റ് ഉണ്ട് ഇവിടെ. നമുക്ക് കിച്ചണിലൊന്ന് പോയി കാണാം ഇവരുടെ പ്രിപ്പറേഷൻ എങ്ങനെയാണ് പെട്ടെന്ന്. നമ്മളങ്ങനെ ഇവരുടെ കിച്ചണകത്ത് വന്നു കേട്ടോ. കിച്ചണകത്ത് വന്നു കഴിഞ്ഞാൽ വിറകടുപ്പുകളാണ്. വിറകടുപ്പ് ദോശ ഉണ്ടാക്കാനാണെങ്കിലും ഇഡ്ഡലി ഉണ്ടാക്കാനാണെങ്കിലും വിറകടുപ്പാണ്. വിറകും അതേപോലെ തന്നെ ഇത് കണ്ടോ, നമ്മുടെ ചിരട്ടയും കൂടെ കൂട്ടിയിട്ടാണ് ഇവർ കത്തിക്കുന്നത്. ചൂട് കറക്റ്റ് റേഞ്ചിലാക്കാനായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യ ദോശ നമ്മുടെ മസാല ദോശ പോലെയോ നെയ്റോസ്റ്റ് പോലെയോ അല്ല, അതേപോലെ നമ്മുടെ കുട്ടി ദോശ പോലെയോ അല്ല, നമ്മുടെ നാടൻ ദോശ പോലെയല്ല. ഏകദേശം അതേ രീതിയിലുള്ള മാവൊക്കെ ആയിരിക്കണം, എനിക്കറിയില്ല. സൈസിന് നമ്മുടെ ദോശയുടെ പോലൊക്കെയാണ്, പക്ഷേ ഇച്ചിരി പഫി ആയിട്ടാണ്, ഇച്ചിരി നല്ല തിക്നെസ് ആണ്, പഫി ആയിട്ട് ഇങ്ങനെ വരും. അതിനിങ്ങനെ കുമ്പളയൊക്കെ ഞങ്ങളുടെ വീട്ടിലൊക്കെ വെള്ളയപ്പം എന്ന് പറയുന്ന സാധനം, പാലപ്പം അല്ല ഞാൻ ഉദ്ദേശിച്ചത്, വെള്ളയപ്പം അതുപോലൊക്കെ ഇരിക്കും കണ്ടാൽ അതിൻ്റെ വലിയൊരു ഷേപ്പിലായിരിക്കും വരിക. അതിനകത്ത് വെണ്ണയും കൂടി ഇട്ടാണ് ആൾക്കാർക്ക് വിളമ്പുക. ഇത് തിരിച്ചും മറിച്ചും ഇട്ട് ചുട്ട് വെണ്ണയും കൂടി ഇട്ടാണ് ആൾക്കാർക്ക് വിളമ്പുക. അപ്പുറത്തെ ദോശയുടെ പരിപാടികൾ തകൃതിയായിട്ട് നടക്കുന്നു. ഇവിടെ ഇഡ്ഡലിക്ക് ആവി ഇങ്ങനെ സൈഡിൽ കൂടെ വരുന്നത് കാണാം. ദോശയുടെ അടുപ്പാണെങ്കിലും ഇഡ്ഡലിയുടെ അടുപ്പാണെങ്കിലും രണ്ടും വിറകിലും അതേപോലെ തന്നെ ചിരട്ടയിലുമാണ്. അവിടെ വിറകും ചിരട്ട ഇരിക്കുന്ന കാണാം. ഇതുണ്ടോ, ഇത് ഇഡ്ഡലിന്റെ അടുപ്പാണ്. ഇവിടെ ഉണ്ട് വിറകും ചിരട്ടയൊക്കെ ഇട്ട് തീ കത്തിക്കുന്നത്. അപ്പോൾ വിറകടുപ്പെന്ന് നമുക്ക് പറയാം, കംപ്ലീറ്റ്ലി വിറകടുപ്പാണ് ഇവിടുത്തെ. മെയിനായിട്ട് ദോശയും, മെയിനെന്നല്ല, ദോശയും ഇഡ്ഡലിയാണ് ഇവിടെ ഉള്ളത്. നമുക്കിവിടെ കഴിക്കാനിരുന്നാലോ? ഇഡ്ഡലി ഒന്ന് എടുക്കുന്ന കണ്ടിട്ട് നമുക്ക് കഴിക്കാനിരിക്കാം അല്ലേ? ഇഡ്ഡലി എടുത്തു അന്നേരം പോയി കഴിക്കാനിരിക്കാം. അങ്ങനെ നമ്മുടെ ദോശ, ചമ്മന്തി, അതിൻ്റെ പുറത്ത് വെച്ചിരിക്കുന്ന വെണ്ണ, അതുകൂടാതെ ഇപ്പുറത്തെ ഇഡ്ഡലി, ചമ്മന്തി, അതിൻ്റെ മസാല ദോശയാണ് കേട്ടോ. ദോശയ്ക്കകത്ത് മസാല ഉള്ളതാണ്. ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ഇഡ്ഡലിയും കൂടി ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ നല്ല ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, ആദ്യം നമുക്ക് ഇഡ്ഡലിയിൽ തന്നെ തുടങ്ങാം. നല്ല ചൂട് ഇഡ്ഡലിയാണ്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല ഫ്ലഫി ആയിട്ടുള്ള ഇഡ്ഡലി, നല്ല ചൂട് ഇഡ്ഡലി. ഇത് പതുക്കെ ഇങ്ങനെ അടത്തി എടുത്തിട്ടുണ്ടല്ലോ. ഇത് കണ്ടോ, ചെറുതായിട്ട് ഇങ്ങനെ അടന്നെങ്കിൽ പോരും. കഴിക്കും. അത് നമുക്ക് ഈ ചമ്മന്തിയിൽ ഇങ്ങനെ മുക്കിയാൽ നല്ല തിക്കായിട്ടുള്ള ചമ്മന്തി. തേങ്ങാ ചമ്മന്തി അല്ല, തേങ്ങയും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ നമ്മുടെ രീതിയിലുള്ള ചമ്മന്തി അല്ല, ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടൊരു ടേസ്റ്റാണ്. അതേസമയത്ത് ഇഡ്ഡലി നല്ല സോഫ്റ്റാണ്, വളരെ പഞ്ഞി പോലെ ഇരിക്കുന്ന ഇഡ്ഡലി നമ്മൾ പറയത്തില്ലേ, അതുപോലെ സോഫ്റ്റാണ്. നമ്മൾ ഉണ്ടാക്കുന്നതും കണ്ടു, വിറകടുപ്പിലാണ് കുറേ ഇഡ്ഡലികൾ നന്നായിട്ട് ആവി കയറ്റി ഉണ്ടാക്കുന്നതാണ് നമ്മൾ കണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ആ മാവിൻ്റെയും ആ ആവി കയറുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ കൂടിയാണ് നമുക്ക് ഇതിൻ്റെ ആ സോഫ്റ്റ്നെസ്സും രുചിയും എല്ലാം വരുന്നത്. നമുക്കേ വെള്ളച്ചമ്മന്തി മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ വെള്ളച്ചമ്മന്തി, ചുമലച്ചമ്മന്തി, പച്ചച്ചമ്മന്തി, അങ്ങനെ കുറേ ചമ്മന്തികളുണ്ടാവുമല്ലോ. ഇവിടെ വെള്ളച്ചമ്മന്തി മാത്രമേ ഉള്ളൂ. അതേപോലെ നല്ല തിരക്കാണ്, ആൾക്കാരെല്ലാം സംസാരിച്ച് സന്തോഷിച്ച് അവരുടെ രീതിയിൽ കഴിക്കാണ്. ഞാനും അധികം ഒച്ചപ്പാടിൽ ഉറക്കെ പറയുന്നില്ല, അവരെല്ലാം നന്നായിട്ട് ഒച്ചയിൽ പറയുന്നുണ്ട്. പക്ഷെ ഞാനും നമ്മൾ സുഹൃത്തുക്കളെല്ലാം കൂടെ സംസാരിച്ചിങ്ങനെ നമുക്ക് കഴിക്കാം. ഇനിയിപ്പം നമുക്ക് ദോശ പിടിക്കാം. ദോശ എന്ന് പറഞ്ഞാൽ മസാല ദോശയാണ്. മസാല അകത്തുണ്ട്, ഇത് കണ്ടോ,
അകത്ത് മസാല വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ആ ദോശ ഒരു സ്വല്പം ഇവിടുന്ന് സൈഡിൽ നിന്ന് അങ്ങോട്ട് മുറിക്കും. മസാല കൂടാത്ത ഭാഗമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ചമ്മന്തിയിൽ തന്നെ ഇങ്ങനെ മുക്കിയെടുത്ത് ഇഡ്ഡലി സോഫ്റ്റ് ആയിരുന്നു, പക്ഷെ ദോശ ഒരു ഭയങ്കര രുചി തന്നെയാണ്. അടിപൊളി രുചിയാണ്, സൂപ്പർ. ഇനിയിപ്പം ആ മസാല തേക്കാത്ത മറ്റൊരു സൈഡിൽ നിന്ന് ഒരു സ്വല്പം ദോശ കൂടെ നമുക്ക് മുറിച്ചെടുക്കാം. എന്നിട്ട് ഇവിടെ വെണ്ണ തൂത്തിട്ടുണ്ട്. ആ വെണ്ണ ഒരു സ്വല്പം ഇതുപോലെ ഇത് വേണം. വെണ്ണയുടെ ആ സോഫ്റ്റ്നെസ്സും അതേപോലെ തന്നെ ഈ ദോശയുടെ പ്രത്യേകത നന്നായിട്ട് പപ്പിയായിട്ടാണ്. അതുപോലെ തന്നെ പുറമേ, അതായത് ചൂട് ആദ്യം ഒഴിക്കുന്ന ആ ചൂടിലെ സ്ഥലമുണ്ടല്ലോ, നല്ല ക്രിസ്പിയാണ്. അതിനകത്ത് ഒരു കാരമൽ ടേസ്റ്റ് വരുന്നുണ്ട്, കാരണം അത് നന്നായിട്ട് ആ അടിയിലിരുന്നൊന്ന് അടുക്കി പിടിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. ഇനിയിപ്പം മസാല കൂട്ടി കഴിച്ച് നോക്കാം. ഇതാണ് മസാല. സാധാരണ നമ്മൾ കാണുന്ന മസാലയിൽ നിന്ന് വ്യത്യസ്തമാണ്. എനിക്ക് അങ്ങനെ ആ ഉരുളക്കിഴങ്ങിൻ്റെ ഉണ്ടയായിട്ട് കിടക്കുന്നൊന്നും കാണാനില്ല. കുറച്ചുകൂടെ സവോളയൊക്കെയാണ് കാണുന്നത്. അതേപോലെ തന്നെ അരപ്പുമുണ്ട്. ഉരുളക്കിഴങ്ങ് ഫീൽ ചെയ്യുന്നില്ല. എനിക്കൊന്നും ഉരുളക്കിഴങ്ങ് ഇല്ലാന്ന് തോന്നുന്നു. ഉരുളക്കിഴങ്ങുണ്ടോ ഇതിൽ? ഉരുളക്കിഴങ്ങുണ്ടാണെങ്കിൽ അത് അലിഞ്ഞു പോയിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് ആ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ഫീല് കിട്ടുന്നേ ഇല്ല കേട്ടോ. അതേസമയത്ത് സവോളയൊക്കെ അതിൻ്റെ ആ ഫീല് കിട്ടുന്നുണ്ട്. അതുപോലെ അതിൻ്റെ ആ പുതിന മസാലയുടെ രുചിയും കിട്ടുന്നുണ്ട്. കൊള്ളാം. ഒരു വ്യത്യസ്തമായ രുചി. നമ്മുടെ സാധാരണ മസാല ദോശയുടെ രുചിയല്ല, ഒരു വ്യത്യസ്തമായ രുചി. ഇവിടെ ഉണ്ടല്ലോ, സാധാരണ നമ്മുടെ വലിയ റെസ്റ്റോറൻറ്റ്സിൻ്റെ ആ സ്പേസും ആംബിയൻസും ഒന്നും പ്രതീക്ഷിക്കരുത്. ചെറിയൊരു റെസ്റ്റോറൻ്റ് ആണ്, നല്ല തിരക്കാണ്. ഇരിക്കാനാണെങ്കിലും എനിക്കും ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ വേറൊരാൾക്ക് ഇരിക്കാനിടയില്ല, കാരണം എനിക്ക് തന്നെ സൈസ് ഉണ്ടല്ലോ. അതേപോലെ തന്നെ കിച്ചൺ ആണെങ്കിലും ചെറുതാണ്. അപ്പം ഇതിനകത്ത് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അഭിലാഷ് ആൾക്കാർ നല്ല ഉറക്കെ സംസാരിക്കുകയും ചെയ്യും. അഭിലാഷ് നിന്ന് ക്യാമറ എടുക്കാന്ന് പറയുന്ന വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ അഭിലാഷിൻ്റെ കിച്ചണിൽ നിന്ന് ക്യാമറ എടുക്കുന്ന ഒരു ചെറിയ ഷോട്ട് ഇട്ടിട്ടുണ്ട്. അതൊന്ന് ആലോചിച്ച് നോക്കുമ്പം ആ ക്യാമറ ഹാൻഡിൽ ചെയ്യുന്ന അഭിലാഷിൻ്റെ എഫേർട്സ് ഒന്നും അറിയാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാവരുടെയും നല്ല എഫേർട്സ് ആണ് കേട്ടോ. ഏബിളാണ് എഡിറ്റ് ചെയ്യുന്നത്, അപ്പോൾ ഏബിളിൻ്റെ എഫേർട്സ് ഉണ്ട്. അതേപോലെ നമ്മളെ സഹായിക്കാനായിട്ട് ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പം റീനു ആണെങ്കിൽ ഇവിടെ ഉണ്ട്, മാർട്ടിൻ ഉണ്ടായിരുന്നു. ഇത് സ്ഥലങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ പെർമിഷൻ എടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളതല്ല. എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട്.